പ്രഭു സാറേ വാ. തൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് നമുക്കിത് നോക്കിയാലോ? ഞാൻ തന്നോടൊരു ചോദ്യം ചോദിക്കാം. കൺട്രോൾ സി കൺട്രോൾ വി, ഈ കീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് പറയ് സാറേ. കോപ്പി പേസ്റ്റ് സർ. വെരി ഗുഡ്. നിങ്ങളൊക്കെ പകുതി സമയം ഇതുകൊണ്ടല്ലേ ജോലി ചെയ്യുന്നത്. ഇപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫോമൻസ്, ഫീഡ്ബാക്ക്, റേറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ നിന്ന് അതുപോലെ തന്നെ കൺട്രോൾ സി കൺട്രോൾ വി ചെയ്തേക്കുക. ഡിറ്റോ എന്ന് പറയാം. നോ ചേഞ്ച്, നോ ഇംപ്രൂവ്മെന്റ്. 2.5 സ്റ്റാർസ്. ആവറേജ്, ജസ്റ്റ് പാസ്, എങ്ങനെ വേണേലും പറയാം. സർ, ഈ വർഷം മുഴുവനും ഞാൻ 12 മാസവും 6 ആഴ്ചയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ആ വാക്കേ ഇഷ്ടമല്ല, അറിയോ? ഇന്ത്യയിൽ ഇത്രയും മനുഷ്യരുണ്ട്, ആരോട് ചോദിച്ചാലും ഹാർഡ് വർക്കറാന്ന് പറയും. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് മാത്രം സത്യം. അത് ശരിയാ സർ. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം നമുക്ക് മേലിരിക്കുന്നവരല്ലേ കൊണ്ടുപോവുക. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. പോവാൻ നോക്ക്. തൻ്റെ സീറ്റിൽ പോയിരുന്ന് കൺട്രോൾ സി കൺട്രോൾ വി ചെയ്യാൻ നോക്ക്. നോ താങ്ക്സ് സർ. ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യാം. അല്ല പ്രഭു, താൻ ആലോചിച്ചാണോ സംസാരിക്കുന്നത്? നിങ്ങൾക്കൊരു കീബോർഡ് മാത്രം മതിയല്ലോ. കൺട്രോൾ സി കൺട്രോൾ വി. ഞാൻ വേറെ എവിടെയെങ്കിലും പൊക്കോളാം. അതത്ര എളുപ്പമല്ല പ്രഭു. തൻ്റെ പ്രായം എത്ര? 34. പുറത്തു പോയിട്ട് വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? താൻ വെറും സീനിയർ പ്രോഗ്രാമറാ, ടീം ലീഡർ പോലും ആയിട്ടില്ല. ശരി, താൻ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് ജോലി നേടിയാലും ഞാൻ ഉറപ്പായും പറയുന്നു, ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. കൺട്രോൾ സി കൺട്രോൾ വി എന്നെപ്പോലൊരു സുപ്പീരിയർ. പുറത്ത് 1000 യങ്സ്റ്റേഴ്സ് ഉണ്ട്. 1 മാസത്തെ ട്രെയിനിങ് മതി തൻ്റെ ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ. ഹോം ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ? നീയും നിന്റെ ഒരു ജോലിയും മാറി. താനൊരു ആവറേജ് അന്ന് അക്സെപ്റ്റ് ചെയ്തേക്കടോ. ലൈഫ് വളരെ ഈസി ആയിരിക്കും. ഫാമിലി, സാലറി, EMI, ഹോം ലോൺ, 25 വർഷം അങ്ങനെ പോവും. കൺട്രോൾ സി കൺട്രോൾ വി. പ്രഭു, അകത്തേക്കോ. സർ, കൺഗ്രാറ്റ്സ്, ഫൈനലി. ഇരിക്കെ. ഇയേഴ്സ് ഓഫ് ഡ്രീം അല്ലേടോ? എൻ്റെ 34 വർഷത്തെ അച്ഛൻ അതിനും കൂടുതലായി. എന്തായാലും അച്ചീവ് ചെയ്തല്ലോ. ഇതാ ഇതിലൊരു സൈൻ ചെയ്യേ. താനതിലൊരു സൈൻ ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫില്ല് ചെയ്തോളാം. കൺട്രോൾ സി കൺട്രോൾ വി. 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 മുത്തിന്റെ അങ്കിള് വരുന്നുണ്ടല്ലോ. ഒന്ന് കുഞ്ഞാവനെ കാണാൻ അങ്കിള് വരുന്നുണ്ടല്ലോ. അച്ഛാ, പാൽ പായസം റെഡിയാ. വന്നു കഴിഞ്ഞു. ദേ നോക്ക്, ഷുഗർ കൂടുതലാണേ. കുറച്ച് പായസം. ഇന്നൊക്കെ ഒരു ദിവസം വിട്, സ്പെഷ്യൽ ഡേ അല്ലേ? ആരതി, ആ പ്രഭു എപ്പോഴാ എത്താൻ ചോദിച്ചേ? വിളിച്ചു ചേച്ചി, എടുത്തില്ല. ദാ പ്രഭു വന്നിട്ടുണ്ട്. വാ മോനെ. അച്ഛാ, സോറി അച്ഛാ. സോറി അച്ഛാ, എന്നോട് ക്ഷമിക്കച്ച. എനിക്ക് ജോലി വേണ്ട. സോറി പ്രഭു, സോറി. പ്രഭു, എനിക്ക്
ഞാൻ ബാങ്ക് ലോൺ വേണ്ടാന്ന് പറഞ്ഞു. എന്ത് പറ്റി മോനെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അച്ഛ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. ഏയ്, എന്താണ് ശരിക്കും പ്രശ്നം? എനിക്ക് എന്റെ ഈ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. ഒരു റെസ്പെക്റ്റ് ഇല്ല. ആ ഓഫീസിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. ആ ഫോമിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ അതേ ഡെസ്ക്, അതേ ജോബ്, പിന്നെ EMI. എലിക്ക് എനിക്കുള്ള വീണ പോലെ അതേ ഓഫീസിലിരുന്ന് ജീവിതം തീർക്കേണ്ടി വരും. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും മോനെ, ഫ്യൂച്ചർ നന്നാവും. അച്ഛാ പ്ലീസ് അച്ഛാ, അത് മാത്രം പറയല്ലേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ നന്നാക്ക്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ നന്നാക്ക്. ചെറുപ്പം തൊട്ടി തന്നെയല്ലേ കേൾക്കുന്നേ. ഈ ഫ്യൂച്ചർ ഇനി ഏത് പ്രായത്തിലാ വരിക? ജീവിച്ച് മരിക്കുന്ന പോലെ തോന്നുന്നേ. നമ്മളെ പോലെയുള്ള എല്ലാ ഫാമിലീസും ഫ്യൂച്ചർ നന്നായിരിക്കും എന്ന് വെച്ചാ ജീവിക്കുന്നേ. ആരും പ്രസന്റിൽ ജീവിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആരെങ്കിലും പറയുന്ന ഒരു സ്കൂള്, കോളേജിലെ മെക്കാനിക്കൽ പഠിക്കാൻ വേണ്ടി പോയി. ഏതോ ഒരുത്തം പറഞ്ഞിട്ട് IT എടുത്തു. IT ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ITക്ക് ഫ്യൂച്ചർ ഉണ്ടാവും അച്ഛ, പക്ഷെ IT എനിക്ക് ഫ്യൂച്ചർ ഇല്ല. അതെപ്പോഴാ മനസ്സിലായത്? ആ മാനേജർ മുഖത്തടിച്ച പോലെ പറഞ്ഞേ. ഞാനൊരു ഫെയിലിയർ അച്ഛ, ഫെയിലിയർ. ഇഷ്ടമില്ലാത്തത് പഠിച്ച്, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത്, ഫിറ്റാകാത്ത സ്ഥലത്തെല്ലാം ഫിറ്റാകാൻ വേണ്ടി ട്രൈ ചെയ്ത് ഒരു കോമാളി പോലെയായി. എനിക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു. വേറെ വഴിയില്ല മോനെ, വീടിന് വേണ്ടി ചെയ്തല്ലേ പറ്റൂ. അച്ഛ അങ്ങനെ അല്ല അച്ഛ. നമ്മുടെ കുടുംബം ത്യാഗം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ആരതിയുടെ ലൈഫ്, പിന്നെ എന്റെ ലൈഫ്. നമ്മൾ ആരും സന്തോഷമായിട്ടല്ല ഇരിക്കുന്നേ. ജോലി പോയാ പിന്നെ എന്താണ് ചെയ്യുക? എനിക്കിഷ്ടപ്പെട്ടൊരു ജോലി, അതിൽ കിട്ടുന്ന ശമ്പളം, ബഹുമാനം, സമാധാനത്തോടെ ഒരു ലൈഫ്, അത്രയും മതി അച്ഛ. ഇന്ന് തൊട്ട് വീട് ലോണെന്നൊന്നും ആരും സംസാരിക്കണ്ട. പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവാതെ സൊല്യൂഷനെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ? ഇവിടെ നോക്ക്, എന്റെ അനുഭവം വെച്ച് പറയുന്നതാണ്. പണവും സമാധാനവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. സമയെടുത്തോ, തനിയെ സമാധാനമായിട്ട് ചിന്തിക്ക്. നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യ്. അത്രേ ഉള്ളൂ. പോ. എന്റെ മനസ്സ് പറഞ്ഞത് കേട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്ത ഡിസിഷൻ നീയാ. അച്ഛാ, ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് മെക്കാനിക്കൽ പഠിക്കാനായിരുന്നില്ലേ ഇഷ്ടം. അതേ എനിക്ക് പറ്റൂന്നാ തോന്നുന്നേ. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങാം. എല്ലാം ആദ്യം തൊട്ട്. എന്താണ് പറയുന്നത് മോനെ? നിനക്ക് 34 വയസ്സായി. ഇപ്പം മുതൽ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും മോനെ. അതും ഫാക്ടറിയിൽ. എന്നെ പോലെ ആവല്ല മോനെ. അച്ഛൻ ദ്രാവിഡിന്റെ ഫാനല്ലേ? ഞാൻ ധോണിയുടെ ഫാനാ. ഞാൻ നോക്കിക്കോളാം അച്ഛാ. നോക്കുമോളെ, ഇവൻ എന്താ പറയുന്നത്? ഞാൻ ഡൈവേഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാ അച്ഛാ. ഞാൻ ഓൾറെഡി സംസാരിച്ചു അച്ഛാ. പോയതൊക്കെ പോട്ടെ അച്ഛാ, ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ലൈഫ് അത്ര ഈസി അല്ല.
നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തു പറ്റി? അയ്യോ, എന്തിനാ കരയുന്നേ? മക്കള് രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയാ. എല്ലാരും തോറ്റുകൊണ്ടിരിക്കുകയാണ് ശാന്തി. ഇല്ല, അങ്ങനെയൊന്നുമില്ല.